കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ SFI സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു നാടകം അരങ്ങേറി. SFI സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ല, CPMന്റെ ഏരിയ സെക്രട്ടറി ഉണ്ട്, CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുണ്ട്, ലോക്കൽ നേതാക്കന്മാരെല്ലാം ഉണ്ട്. എന്താണ് കാരണമെന്നല്ലേ? കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ KSUവിന്റെ ചെറുപ്പക്കാരെ അതിക്രൂരമായി ആക്രമിച്ചു. ആ ചെറുപ്പക്കാരെ കാലിക്കറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ കയറി വീണ്ടും KSUക്കാരെ ആക്രമിക്കാമെന്നായിരുന്നു SFI സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു വ്യാമോഹം. വിവരമറിഞ്ഞു T സിദ്ദീഖ് MLA മെഡിക്കൽ കോളേജിലേക്ക് ഓടിയെത്തി. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിലും യൂത്ത് കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് R ഷഹീൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ മെഡിക്കൽ കോളേജിലേക്ക് എത്തി. മെഡിക്കൽ കോളേജിലേക്ക് എത്തുമ്പോൾ കാണുന്ന രംഗം എന്താണെന്നല്ലേ? പോലീസുകാർ CPMന്റെ ക്രിമിനലുകൾക്ക് ICUയിലും കാഷ്വാലിറ്റിയിലും കയറി KSUവിന്റെ ചെറുപ്പക്കാരെ ആക്രമിക്കാനുള്ള അവസരം ഒരുക്കി നൽകുകയാണ്. അതിന് സംരക്ഷണ കവചമൊരുക്കുകയാണ് കാക്കിയിട്ട ക്രിമിനലുകൾ. ഇവരുടെ നേതൃത്വത്തിൽ പുറത്ത് പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരിക്കുന്നു. കൽപ്പറ്റ MLA T സിദ്ദീഖും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിലും പോലീസുകാരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നടപടിയെടുക്കാനില്ലേ? അപ്പോൾ അവർ പറയുകയാണ്, ആശുപത്രിയിൽ കയറി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. ആശുപത്രിക്കകത്ത് വെച്ച KSUവിന്റെ ചെറുപ്പക്കാരെ, KSUവിന്റെ പ്രവർത്തകന്മാരെ കൊല്ലാൻ വന്ന SFIക്കാർക്ക്, CPMന്റെ ക്രിമിനലുകൾക്ക് സംരക്ഷണം ഒരുക്കി നൽകുകയായിരുന്നു പോലീസ്. അവിടെ കൽപ്പറ്റ MLA T സിദ്ദീഖും VP ദുൽകിഫിലും R ഷഹീനും ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇടപെട്ടു. ആ KSUവിന്റെ കുട്ടികളെ അവിടെ നിന്നും പെട്ടെന്ന് ആംബുലൻസിൽ മാറ്റി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആശുപത്രിക്കകത്ത് SFIയുടെ ഗുണ്ടാ സംഘത്തിന് KSUക്കാരെ കൊലപ്പെടുത്താൻ സംരക്ഷണ കവചമൊരുക്കുന്ന പോലീസുകാർ കേരളത്തിലെ പോലീസ് സേനയ്ക്ക് അപമാനമായി മാറുകയാണ്. AKG സെന്ററിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഗുണ്ടകളായി കേരളത്തെ പോലീസ് അധപ്പതിച്ചിരിക്കുന്നു. കേരളത്തിലെ KSUക്കാരെ ആക്രമിക്കാൻ നട്ടലില്ലാത്ത, ധൈര്യമില്ലാത്ത SFIക്കാരൻ കൊട്ടേഷൻ ഇപ്പോൾ പോലീസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ കേരളം മുഴുവൻ ഇത് കാണുകയാണ്. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ICUയിൽ വെച്ച, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിൽ വെച്ച KSUവിന്റെ ചെറുപ്പക്കാരെ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ച CPMന്റെ DYFIയുടെ SFIയുടെ ഗുണ്ടകളെ നിലക്കു നിർത്തിയത് കൽപ്പറ്റ MLA T സിദ്ദീഖും VP ദുൽകിഫിലും R ഷഹീനും ചേർന്നാണ്. ഇതൊരു തുടക്കമാണ്. 6 മാസം കൂടിയേ ഈ ഭരണമുള്ളൂ എന്ന് പോലീസുകാർ മനസ്സിലാക്കണം. നിങ്ങൾക്ക് നൽകിയ കൊട്ടേഷൻ അതേപടി അനുസരിക്കരുത്. കാലം മാറും, ഭരണം മാറും, മറ്റൊരു ഭരണ സംവിധാനം കേരളത്തിൽ വരുമെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കേരളത്തിലെ പോലീസുകാർ തയ്യാറാകണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിൽ അത്യാഹിത വിഭാഗത്തിൽ വെച്ച് KSUവിന്റെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ പ്രവർത്തകന്മാരെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ SFIക്കാർക്ക്, DYFIക്കാർക്ക്, CPMകാർക്ക് സംരക്ഷണ കവചമൊരുക്കിയ പോലീസുകാർ ഓർക്കുന്നത് നല്ലതാണ്. കേരളമാണ്, കോഴിക്കോടാണ്. നിങ്ങൾക്ക് അടിച്ചാൽ തിരിച്ചടി കിട്ടും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും മെഡിക്കൽ കോളേജിനകത്ത് വെച്ച, മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗത്തിൽ വെച്ച KSUക്കാരെ കൊലപ്പെടുത്താനുള്ള നീക്കം SFIക്കാരൻ നടത്തിയപ്പോൾ അതിന് കാവൽ നിന്ന പോലീസുകാരന് ആ കാക്കി വസ്ത്രം, പരിപാവനമായ കാക്കി വസ്ത്രം അഴിച്ചു വെച്ച് മറ്റെന്തെങ്കിലും ജോലിക്ക് പോകുന്നതായിരിക്കും ഉചിതമെന്ന് മാത്രമാണ് പറഞ്ഞു വെക്കാനുള്ളത്.